നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷനുമായ ജഗൻമോഹൻ റെഡ്ഡിക്ക് നേരെ കല്ലേറ്. ശനിയാഴ്ച രാത്രി വിജയവാഡയിലെ സിംഗ് നഗറിലെ വിവേകാനന്ദ സ്കൂൾ സെന്റർ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. കല്ലേറിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇടത് കണ്ണിന് മുകളിലായാണ് പരിക്കേറ്റു. ഇടതുപുരികത്തിന് സമീപം പരിക്കേറ്റ അദ്ദേഹത്തിന് ഉടൻ പ്രഥമ ശുശ്രൂഷ നൽകുകയും തുടർന്ന് അദ്ദേഹം യാത്ര തുടരുകയും ചെയ്തു. പ്രവർത്തകർ മാലയിട്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. വിജയവാഡയിലെ സിംഗ് നഗറിലെ വിവേകാനന്ദ സ്കൂൾ സെന്ററിൽ ബസ് പര്യടനത്തിന്റെ ഭാഗമായി ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ജഗൻ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും തെറ്റാലി കൊണ്ട് കല്ലെറിയുകയായിരുന്നുവെന്നാണ് പ്രവർത്തകരും പോലീസും സംശയിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നത് വ്യക്തമല്ല. അതേസമയം TDP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വൈഎസ്ആർ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ തെലുങ്കുദേശത്തെയും പാർട്ടി തലവൻ ചന്ദ്രബാബു നായിഡുവിനെയും കുറ്റപ്പെടുത്തിയ YSRCP ഇത് ഭീരുത്വം നിറഞ്ഞ നടപടിയാണെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വൈഎസ്ആർ കോൺഗ്രസ് പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. തെലുങ്കുദേശം പാർട്ടിക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ച പ്രവർത്തകർ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മധുരവാഡ, ഗജുവാക്ക, ഇസുക്കത്തോട്ട തുടങ്ങിയവിടങ്ങളിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നു. ഞായറാഴ്ച പ്രതിഷേധം ശക്തമാക്കാനാണ് സാധ്യത. വിജയവാഡ വെസ്റ്റ് MLA വെള്ളംപള്ളി ശ്രീനിവാസന് നേരെയും കല്ലേറുണ്ടായി. അതേസമയം പ്രതിയെ തിരിച്ചറിയാൻ ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും അജിത് നഗർ പോലീസ് അന്വേഷണം നടത്തുകയും പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ജഗൻമോഹൻ തന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മേമന്ത സിദ്ധം എന്ന പേരിൽ ബസ് പര്യടനം ആരംഭിച്ചത്. എല്ലാ ജില്ലകളും ഉൾക്കൊള്ളുന്ന 21 ദിവസത്തെ ബസ് പര്യടനമാണ് പാർട്ടി ആലോചിച്ചിരുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. വൈഎസ്ആർ കോൺഗ്രസിനെതിരെ BJPയും തെലുങ്കുദേശം പാർട്ടിയും ജനസേന പാർട്ടിയും സഖ്യത്തിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറുണ്ടായിരിക്കുന്നതും. അന്വേഷണം നടത്തി ഉടൻ തന്നെ പ്രതികളെ പിടികൂടണമെന്നാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ ആവശ്യം.